പ്പെട്ട സൂസി നിങ്ങളുടെ മരുമകളാണല്ലേ? അതെ സാർ. അപ്പം മകനോ? വിദേശത്താണ്. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? 6 മാസം. സംഭവം നടന്ന ദിവസം സൂസിയും ഐസക്കും മാത്രമാണോ വീട്ടിലുണ്ടായിരുന്നത്? അതെ സാർ. നിരപരാധിയാണ് സാർ. നിരപരാധിയാണെങ്കിൽ സൂസിയുടെ ഡെഡ് ബോഡിയിൽ നിന്നും നിങ്ങളുടെ DNA എങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ലഭിച്ചു? അതറിയില്ല. മകൾ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറുന്ന സമയത്ത് പിന്നിലൂടെ വന്ന് അവളെ കീഴ്പ്പെടുത്തി ക്രൂരമായി ബലാത്സംഗം ചെയ്തു. എതിർക്കാൻ ശ്രമിച്ച അവളെ ഫ്ലാസ്ക് കൊണ്ട് തലക്കടിച്ചു കൊന്നു. 2023 ഡിസംബർ 4 രാത്രി 8 മണിക്ക് ചെട്ടിക്കര പള്ളി പരിസരത്ത് നിങ്ങളെ കണ്ടവരുണ്ട്. അത് ഞാൻ കള്ള് ഷാപ്പിൽ പോയതാ. തിരിച്ചു വരുമ്പോൾ പള്ളിയിൽ കയറി. മരുമകളെ കൊന്ന പാപഭാരം ഏറ്റുപറയാനായിരിക്കും അല്ലേ യുവർ ഓണർ? കൃത്യം ചെയ്ത ശേഷം രാത്രി 8 മണി മുതൽ സൂസിയുടെ ഡെഡ് ബോഡി എവിടെ കൊണ്ട് ഉപേക്ഷിക്കണമെന്ന് പ്ലാൻ ചെയ്യുകയായിരുന്നു പ്രതി. രാത്രി 11നും 11:30ക്കും ഇടയിൽ ചെട്ടിക്കര പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള റോഡിന് കുറുകെയുള്ള കലങ്കിനടിയിൽ ചാക്കിൽ പൊതിഞ്ഞ സൂസിയുടെ ഡെഡ് ബോഡി ഉപേക്ഷിക്കുകയാണ് പ്രതി ചെയ്തത്. അതിൻ്റെ CCTV ഫൂട്ടേജുകൾ അടങ്ങിയ ഈ പെൻഡ്രൈവ് ഞാൻ കോടതി മുൻപാകെ സമർപ്പിക്കുന്നു. യുവർ ഓണർ, നൗ ദ എവിഡൻസ് ഈസ് വെരി ക്ലിയർ. ദിസ് മാൻ കമ്മിറ്റഡ് എ ഹൊറിഫിക് ക്രൈം, ബ്രൂട്ടൽ, കാൽക്കുലേറ്റഡ് ആൻഡ് മെർസിലെസ്. IPC സെക്ഷൻ 375 പ്രകാരം പ്രതി മാക്സിമം ശിക്ഷ അർഹിക്കുന്നു. ഞാനും ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് സർ. ലെറ്റ് ദ ജസ്റ്റിസ് ബി സെർവ്ഡ് ഫോർ ദ വിക്ടിം, ഫോർ ഹെർ ഫാമിലി ആൻഡ് ഫോർ അവർ സൊസൈറ്റി. താങ്ക് യു.